Dear students, today we have the second part of Letter to Adolf Hitler's introduction, that is part 2. Yesterday we looked into the details of Gandhi, and today we will be looking into the details of Hitler, his policies, his thoughts and his way of ruling. And along with that, നമ്മൾ ഒരു 3-4 ടേംസും കൂടെ ഈ പാഠത്തിനോട് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട 3-4 ടേംസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് വീഡിയോ ഇൻ ദ നെക്സ്റ്റ് വൺ വിൽ ബി ഡയറക്റ്റ്ലി മൂവിങ് ടു ദ ചാപ്റ്റർ. സോ now we'll go for the introduction part 2 and we'll be discussing about Hitler. As I told earlier, Hitler was the contemporary of Gandhi. അതായത് ഗാന്ധി ജീവിച്ചിരുന്ന സെയിം കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഹിറ്റ്ലർ. ബട്ട് ഹി ഹാഡ് ദി എക്സാക്ട്ലി ഓപ്പോസിറ്റ് വേ ഓഫ് തോട്ട് ആൻഡ് റൂളിംഗ്. And he was the Chancellor of Germany from 1933 to 1945. And he was the person behind who initiated the Second World War. And this began with his invasion of പോളണ്ട്. അതായത് പോളണ്ടിനെ അദ്ദേഹം ചെറുത്ത് തോൽപ്പിച്ച് കീഴടക്കിയതോടുകൂടി ഇൻ സെപ്റ്റംബർ 1939 the Second World War was beginning. Okay, this is the point we have to remember. Now the next thing we have to remember about Hitler is something you already know. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? It's Mein Kampf. And it's what is its meaning? Its meaning is my struggle. My struggle എന്നാണ് മെയിൻ കാഫ് എന്ന് പറയുന്ന ജർമാനിക് വേർഡിൻ്റെ മീനിങ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് പാൻ ജർമനിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അതൊരെണ്ണമാണ് പാൻ ജർമനിസം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന, അതായത് അല്ലെങ്കിൽ ജർമ്മനോടനുബന്ധിച്ചുള്ള ജർമാനിക് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ ഒരു നാഷൻ്റെ കീഴിൽ കൊണ്ടുവരിക, അവരെ ഒരു യൂണിറ്റ് ആക്കുക, അത്തരത്തിലുള്ള ഒരു നാഷണൽ പോളിസിക്കാണ് പാൻ ജർമനിസം എന്ന് പറയുക. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് പാൻ ജർമനിസം. പിന്നെ ആൻറ്റി സെമിറ്റിസം എന്നുള്ള ടേമാണ് രണ്ടാമത്തെ. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പിന്നീട് വരാം. ആൻറ്റി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഹി വാസ് നൊട്ടോറിയസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹി വാസ് ക്രൂവലി ഫേമസ്. ഹി വാസ് നോട്ട് ദി റൈറ്റ് പേഴ്സൺ. ആൻഡ് വൈ ഹി വാസ് നൊട്ടോറിയസ്? ഹി വാസ് നൊട്ടോറിയസ് ഫോർ ദി ഹോളോകോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ആൻഡ് ഹി വാസ് ഓൾസോ നൊട്ടോറിയസ് ഫോർ ഓൾ ദി അട്രോസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരതകൾ ദാറ്റ് ഹി കമ്മിറ്റഡ് ടുവേർഡ്സ് ഹ്യൂമാനിറ്റി. അയാളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ നേരെ, പ്രത്യേകിച്ച് ജൂതന്മാരുടെ നേരെ നടത്തിയിട്ടുള്ള എന്താ പറയുക അതിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം അത്രയും കൂടുതൽ ഫേമസ് ആണ്. The next point we have to remember is that he almost killed 5.5 million Jews. He killed them as a part of ethnic cleansing. എത്തനിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ വംശീയ ശുദ്ധീകരണം എന്ന് പറയും. വംശീയ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജർമ്മനിയിൽ ജർമ്മൻകാർ മാത്രം മതി, അവിടുത്തെ പ്യുവർ റേസ് മാത്രം മതി, സെറ്റിൽഡ് ആയിട്ടുള്ളതോ വന്നതായിട്ടുള്ളതോ മറ്റ് റേസിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരോ വേണ്ട. അപ്പം അതിലേറ്റവും കൂടുതലായിട്ടുണ്ടത് ജൂതന്മാരായിരുന്നു. അപ്പം എന്താണ്, അവരെ പല രീതിയിലായിട്ട് കൊന്നുകളയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹോളോകോസ്റ്റും. ഓക്കെ, then he always stood for this racial purity. Impure races പാടില്ല. റേഷ്യൽ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ റേസിൽപ്പെട്ടിട്ടുള്ള ആര്യൻ റേസ് മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലർ ഓൾസോ ഗൺ ഷോട്ടായിരുന്നു ഹിറ്റ്ലറിൻ്റെയും ഡെത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് നോ വൺ എൽസ് ഷോട്ട് ഹിം, ഹി ഷോട്ട് ഹിംസെൽഫ്. That was his pathetic end when he killed so much of people, and that culminated in such a thing that he killed himself after his defeat in Second World War. Now in the previous slide we were talking about the point that he almost killed 5.5 to 6 million Jews as a part of ethnic cleansing, and this in total is known as the Holocaust. This was done during the World War II. It was genocide എന്ന് പറഞ്ഞാൽ നരഹത്യ.
he killed both the Jews who settled in Germany and also those Jews who stayed in European countries which was conquered by Germany. അപ്പം ജർമ്മനിയുടെ അധീനതയിലുണ്ടായിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ജൂതന്മാരെയും അതുപോലെ തന്നെ ജർമ്മനിയിലുണ്ടായിരുന്ന ജൂതന്മാരെയും 1941 1945 ഇടയിൽ ഹി കിൽഡ് എവേ യൂസിങ് ഡിഫറെൻറ്റ് മീൻസ് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. ചിലപ്പോൾ മാസ് ഷൂട്ടിംഗ് ആണ്, ചിലപ്പോൾ ഹി യൂസ്ഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ആൻഡ് the cruelest thing he used was to use gas chambers, that is to give away toxic gases in gas chambers and kill all the Jews by packing inside them in the gas chambers. ഇതായിരുന്നു cruelest method എന്ന് പറയുന്നത്. And he almost killed 6 million people. Okay, I hope it's clear. Now the next term you should be familiar with is anti-Semitism. Anti-Semitism is a form of racism. What is racism? Racism means discrimination towards any kind of human race. അതായത് ഏതെങ്കിലും ഒരു വംശത്തിനോട് നമ്മൾ കാണിക്കുന്ന എന്താ പറയുക വിവേചനത്തിനാണ് റേസിസം എന്ന് പറയുക. ആൻറ്റി-സെമിറ്റിസം മീൻസ് ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് ജ്യൂസ്. ഓക്കെ, ജൂ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പേരാണ് ആൻറ്റി-സെമിറ്റിസം. ആൻഡ് ദിസ് വാസ് എക്സ്ട്രീംലി ഫോളോഡ് ബൈ Hitler, and hence he with no mercy killed them. We also have seen the extremities of racism in the recent days when Floyd was killed in America, a black man, when he became breathless under the feet of a policeman. അപ്പോൾ അതാണ് ഒരു റേസിസം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ എക്സ്ട്രീമിറ്റി. എനി കൈൻഡ് ഓഫ് ബിലീവ് thought, when it becomes extreme, it destroys people. And anti-Semitism also ended up in killing over 6 million Jews. Now the final term you have to remember as a part of the introduction part is egalitarianism. What is egalitarianism? It's the exact opposite thing of anti-Semitism or racism. It is a school of thought, അതായത് ചിന്താഗതി, philosophy or political philosophy, which says that everybody should be equal, everybody should have equal opportunity, everybody should be prioritized. എല്ലാവരെയും ഒരുപോലെ കാണുന്ന കാര്യത്തിനാണ് എന്ത് പറയുക, egalitarianism. And of course, who was the follower of egalitarianism? Gandhi. And there shows the difference between Gandhi and Hitler. Though they were contemporaries, Gandhi was the spokesman of egalitarianism and Hitler was the spokesman of pan-Germanism and anti-Semitism. Now, as we conclude this chapter, you should have a thought in your mind. Why would have Gandhi written a letter to Hitler? എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി ഹിറ്റ്ലറിനൊരു ലെറ്റർ എഴുതിയത്? We have seen that Hitler made the beginning of World War II through the invasion of Poland. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഗാന്ധി ലെറ്റർ എഴുതുന്നത്. വാട്ട് വുഡ് ഹി ഹാവ് റിട്ടൺ? വാട്ട് വുഡ് ഹി ഹാവ് ആസ്ക്ഡ് ഹിറ്റ്ലർ ടു ഡു, റിക്വസ്റ്റഡ് ഹിറ്റ്ലർ ടു ഡു? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ you must think, and while you think that, we'll begin the chapter in the next video, and I hope you are clear with the points in the second introduction part. Thank you.